ജോസ് കെ മാണിയെ UDF-ൽ നിന്ന് പുറത്താക്കിയതാണ്. സുനിൽ വെറുതെ ഇറങ്ങിപ്പോയതല്ല. അല്ല, സഭയിൽ ജോസ് കെ മാണിയെ UDF-ൽ നിന്ന് പുറത്താക്കിയതാണ്. അതല്ല, അതിനു മുമ്പ് സഭയിൽ നടന്നിരുന്ന കോലാഹലവും KM മാണിയെ ബജറ്റ് അവതരിപ്പിക്കാൻ നടന്നിരുന്ന കോലാഹലവും കസേര എടുത്തെറിയലോ ഒക്കെ നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ രാഷ്ട്രീയത്തിൽ ഇതൊക്കെ നടക്കും. ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലേതുപോലെ BJP എടുക്കുന്ന ഒരു തന്ത്രമാണ് ഇവിടെ നടക്കുന്നത് എന്ന് നമുക്ക് അങ്ങനെ താരതമ്യം സാധ്യമാണോ? എനിക്ക് സംശയമുണ്ട് സുനിൽ. ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമായ കാര്യമല്ലേ. നോക്കൂ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയ മേൽക്കൈ ഉണ്ടായിട്ട് പോലും ആ ആത്മവിശ്വാസത്തിൽ കേരളത്തിൽ കോൺഗ്രസിനും UDF-നും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമല്ലേ. നോക്കൂ, കോട്ടയത്തായാലും പത്തനംതിട്ടയിലായാലും ഇടുക്കിയിലായാലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മുന്നിൽ നിന്നുകൊണ്ട് അവിടെ വലിയ മുന്നേറ്റമുണ്ടാക്കിയില്ലേ? എന്തുകൊണ്ടാണ് UDF ആ ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോകാത്തത്? അപ്പോൾ അങ്ങനെ ഒരു ആത്മവിശ്വാസ കുറവ് കോൺഗ്രസിനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുഞ്ഞാലിക്കുട്ടി അടക്കം ഇടപെട്ടുകൊണ്ടാണ് ജോസ് കെ മാണിയെ ഇപ്പോൾ ഏത് വിധേനയും UDF-ലേക്ക് എത്തിക്കാനുള്ള നീക്കം നടത്തുന്നത് എന്നാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു കോൺഗ്രസിന്റെ വലിയ ആത്മവിശ്വാസ കുറവ് തന്നെയാണ് ഈ ഒരു നീക്കത്തിന് പിന്നിൽ എന്നതാണ്. പക്ഷേ ഈ ഉത്തരേന്ത്യയിൽ BJP നടത്തുന്ന ഈ രാഷ്ട്രീയത്തിന് സമാനമായ ഒരു രാഷ്ട്രീയ നീക്കം കേരളത്തിൽ UDF-ഉം കോൺഗ്രസും നടത്തുന്നത് ഒരു ശരിയായ സന്ദേശമായിരിക്കില്ല നൽകുന്നത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.